നിത്യനാശത്തിലേക്ക് പോകുന്നു. തൻ്റെ 24-ാമത്തെ വയസ്സിലോ മറ്റുമാണ് അദ്ദേഹം എലിസബത്തുമായി തൻ്റെ കുഞ്ഞുമായി ഔക്കാസിൻ്റെ പ്രവർത്തിപ്പാൻ പോയി. തൻ്റെ 28-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 4 സ്നേഹിതന്മാരോടൊപ്പം, ചുരുക്കി പറയാണ്, ഉടൻ സ്പീർ കൊണ്ട് കുത്തി 4 പേരെയും കൊലപ്പെടുത്തി അവരെ കുറിരി നദിയിൽ വലിച്ചെറിഞ്ഞു. ആ നദി ചുമന്നു. ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് എനിക്ക് സുവിശേഷമായിട്ട് ബന്ധമില്ല. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി. പ്രൈസ് ലോർഡ്. ഇന്ന് അമേരിക്കയിലെ യുവാക്കളെ ഏറ്റവും അധികം ആവേശം കൊള്ളിപ്പിക്കുന്നത് ജിമ്മി ലെറ്റിൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം 50 പേര് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ആദ്യം എഴുതി, പിന്നെ 50 പേര് എഴുതിയിട്ടുണ്ട്. അത്ര ത്രില്ലിങ് ആയ ജീവിതചരിത്രം നിങ്ങളെല്ലാവരും ഇത് വായിക്കണം. വീഡിയോകളും പ്രസൻറ്റേഷനും ഉണ്ട്. സ്വന്തം മറ്റൊരു വ്യക്തിയെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതും വളരെ ജീവിതങ്ങളെ വെല്ലുവിളിക്കുന്നൊരു വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. എന്നാൽ ദൈവത്തെ ആഴമായി സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നീണ്ടൊരു പേരാണ്, പക്ഷേ ലാസ്റ്റ് പേര് സിൻസർഡോർഫ് എന്നാണ്. കൗണ്ട് ലുഡ്വിഗ് സിൻസർഡോർഫ്. ശ്രദ്ധിക്കണേ, തൻ്റെ 10ാമത്തെ വയസ്സിൽ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി, 10ാമത്തെ വയസ്സിൽ, വേൾഡ് ഇവാഞ്ചലൈസേഷൻ ഈസ് മൈ ഡ്രീം. ലോക സുവിശേഷീകരണം എൻ്റെ സ്വപ്നമാകുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, 10 വയസ്സുള്ളപ്പോൾ എഴുതി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പലരും 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ് അങ്ങനത്തെ ഒരു വാചകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ സുവിശേഷീകരണം എൻ്റെ സ്വപ്നമാണെന്ന് ആരും എഴുതിയിട്ടുണ്ടോ? എൻ്റെ 20കളിൽ എക്സാക്ട് എപ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, 22 23 ഒക്കെ ഞാൻ ദൈവസ്ഥനിൽ ആഗ്രഹിച്ചൊരു കാര്യം, ഇന്നും ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവേ, ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ എങ്കിലും ഒരു നിർണായ പങ്ക് എനിക്ക് വഹിക്കണോ. ദാറ്റ് ഇസ് മൈ ഡ്രീം. വേറെ മറ്റു ഡ്രീമുകളൊന്നും വലുതായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, ഈ 24 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഭാരത സുവിശേഷീകരണം, ഈ തലമുറയുടെ സുവിശേഷീകരണം, കർത്താവിൻ്റെ പഞ്ചമുറിവുകളിൽ 5 മുറിവുകളിൽ നിന്നൊഴുകിയ രക്തം 5 ഭൂഖണ്ഡത്തെ നേടുവാൻ മതിയായതാണ്. നിങ്ങൾ ഇന്ത്യ മാത്രമല്ല, ഭൂമി മുഴുവൻ നിങ്ങളുടെ പാരിഷാക്കി മാറ്റുവാൻ ഞാൻ ആഹ്വാനം ചെയ്യാം. ഒരു വിപ്ലവകരമായൊരു വാക്യം ബൈബിളിലുണ്ട്, 1:8, അപ്പോസ്തലർ 1:8. എല്ലാവരും കാണാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാണ്. ഒരു വ്യാഖ്യാനം, യെരുശലേം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്, യഹൂദിയ നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ മലബാർ ഉൾപ്പെടെ, ശമരിയ അവർ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ. ലഡാക്കും വരും, മിസോറാമും വരും, ത്രിപുരയും വരും, മണിപ്പൂരും വരും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ അറ്റം എന്ന് പറയുമ്പോൾ ഗൾഫും ആസ്ട്രേലിയയും അമേരിക്കയും കാനഡയും മാത്രമല്ല, ലോകത്തുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എല്ലാം ചേർന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളെ ഒരു ഗ്ലോബൽ മിഷണറി ആയിട്ട് ദൈവം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സിൻസർഡോർഫ് അങ്ങനെ എഴുതി. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ തന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അത് തൻ്റെ ഹൃദയത്തെ തകർത്തു. അതൊരു പ്രാർത്ഥനാ വീരനായി താൻ അനേകരെ വിളിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, കോൺ ഓഫ് വീറ്റ് എന്നൊരു സംഘടന ഉണ്ടാക്കി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച് എവരി മിഷൻ ഈസ് ബോൺ ഔട്ട് ഓഫ് പ്രെയർ. പ്രാർത്ഥിച്ച് ഒരു 250 വർഷം വില്യം ഗേരിയുടെ ബാപ്റ്റിസ്റ്റ് മിഷണറി മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മിഷണറി മൂവ്മെൻ്റ് ഉണ്ടായി. അതിൻ്റെ പേരാണ് മൊറേവിയൻ മിഷണറി മൂവ്മെൻറ്റ്. അവരെടുത്ത തീരുമാനം, കർത്താവേ, മനുഷ്യൻ പോകാൻ അറയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണമേ. അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, മംഗോളിയ, മഞ്ചൂരിയ, ലഡാക്ക്. അന്ന് കപ്പലില്ല, ഹെലികോപ്റ്ററില്ല, ബസ്സില്ല, കാറില്ല, കുതിരപ്പുറത്തും നടന്നുമൊക്കെയാണ് അവർ കർത്താവിന് വേല ചെയ്തത്. അടിമകളെ നേടുവാൻ അവർ അടിമകളായി മാറി. അവരുടെ സിമ്പലിനെ കുറിച്ചാണ് പ്രതീക്ഷ ഇവിടെ പാടിയത്. പ്രിയപ്പെട്ട ദേവിസെല്ലാം പാട്ട് പാടിയത്. ആ സിമ്പൽ, അവരുടെ സിമ്പൽ ഒരു വെല്ലുവിളിയാണ്. ആ സിമ്പൽ എന്തായിരുന്നു? നുകം വെച്ച 2 കാള, ഒരു ഫീൽഡ്, ഒരു വയൽ, മറ്റൊരു ആൾത്താര, കത്തുന്ന ഒരു ആൾത്താര, ആൾട്ടർ. അടിയിൽ എഴുതിയിരിക്കുകയാണ് റെഡി ഫോർ ഈദർ, രണ്ടിനും തയ്യാർ. കർത്താവേ, ഭൂമിയിൽ നിന്റെ വയലിൽ
രണ്ട് കാളകളെ പോലെ, മുഖം വെച്ച കാളയെ പോലെ ഡിസിപ്ലിനോട് വിശുദ്ധിയോടെ അധ്വാനിപ്പാൻ കാളകളെ പോലെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അതല്ല, ശത്രുവിൻ്റെ കരത്താൽ കൊല്ലപ്പെടുവാൻ ആണ് ഞങ്ങളെ ദൈവം ഒരുക്കിയിരിക്കുന്നെങ്കിൽ അതിനും തയ്യാർ. യാഗപീഠത്തിൽ എരിയുന്ന മൃഗമായി അടിയനിതാ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവശ്യത്തിനുള്ള ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സെക്കൻഡ് ഇയർ BA പഠിക്കുമ്പോൾ ഒരു മർത്തോമക്കാരൻ എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. When he calls me, I will answer. I will be working somewhere for my Lord. On the mountain, in the valley, in the byways, in the highways, in the school, in the college, I will be working somewhere for my Lord. ഞാൻ അന്ന് പാടി അതൊരു പ്രവചനമായി തീർന്നു. പാടി 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 ദൈവം പർവ്വതത്തിലേക്കും വാലിയിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും ബൈവേസിലേക്കും ഹൈവേസിലേക്കും എല്ലാം നയിച്ചു. നിങ്ങൾ മനോഹരമായ മിഷണറി സോങ്സ് പാടണം. വർഷിപ്പ് സോങ്ങിനോടൊപ്പം തന്നെ മിഷണറി സോങ്സ് നിങ്ങൾ പാടണം. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, ഫിഷേഴ്സ് ഓഫ് മെൻ ഇഫ് യു ഫോളോ മീ. അതൊരു ഫേമസ് മിഷണറി സോങ്ങാണ്. ഇപ്പോൾ പ്രിയ ജോമോൻ മുന്നോട്ട് വന്ന് ഭാരതത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊരു പാട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായൊരു പാട്ടാണ്. അതിനു മുമ്പ് ആ പാട്ട് പാടുമ്പോൾ, ഭാരതത്തെക്കുറിച്ച് ഹൃദയസ്പർശിയായ പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ താല്പര്യമുള്ളവർ, മുഴുവൻ സമയം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വന്ന് സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ അതിനു മുൻപ് ഒരു സിമ്പിളായൊരു പാട്ട്, ഇതുപോലൊരു മിഷണറി ചലഞ്ച് കഴിഞ്ഞ് ബിജു തമ്പി എഴുതിയൊരു പാട്ടാണ്, പോകാൻ ഞാൻ നിൻ സേവയ്ക്കായി. ആ സിമ്പിളായ പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേല ഇപ്പോൾ തന്നെ തുടങ്ങാം. ഞാൻ എൻ്റെ കോളേജിൽ ഞാനൊരു സാക്ഷിയായിരിക്കും, ഒരു ഹീറോയ്ക്ക് വിറ്റ്നസ്സായിരിക്കും ഞാൻ എൻ്റെ ക്യാമ്പസിൽ. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു നോൺ പ്രൊഫഷണൽ മിഷണറി ആയിരിക്കും. ഞാൻ എന്ത് ജോലിയിൽ ഏർപ്പെട്ടാലും, പ്രൊഫസറായാലും ടീച്ചറായാലും നേഴ്സായാലും, ഞാൻ യേശുവിനെ സാക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് തീരുമാനമുള്ളവർ. അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് കൃപ തരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു വർഷം മുഴുവൻ സമയം കർത്താവിനെ വേല ചെയ്യുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഈ 3 ഗ്രൂപ്പുകാർക്കും പ്രതീക്ഷിക്കാനുള്ള സമയമാണ്. ഞാനൊരു ക്യാമ്പസിൽ, ഞാനിപ്പോൾ തന്നെ ഇന്ന് മുതൽ തന്നെ ക്യാമ്പസിലൊരു മിഷണറി ആയിരിക്കും. ക്യാമ്പസിൽ എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജയോത്സവമായി കഴിഞ്ഞു. എൻ്റെ പഠിത്തം കഴിഞ്ഞും ഞാൻ എന്ത് ജോലി ചെയ്താലും, ലോകത്ത് എവിടെ പോയാലും ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ഹീറോയ്ക്ക് വിറ്റ്നസ്സായിരിക്കും. അതിൻ്റെ അർത്ഥം ജോലി ചെയ്തുകൊണ്ടെന്നല്ല, ജോലി ചെയ്യാം, പക്ഷേ ഹീറോയ്ക്ക് വിറ്റ്നസ്സായിരിക്കും. സുവിശേഷങ്ങൾ ഞാൻ ലജ്ജിക്കുകയില്ല. അതോടൊപ്പം തന്നെ ദൈവം അവസരം തരികയാണെങ്കിൽ ഒരു വർഷം കർത്താവിന് വേണ്ടി ഒരു കാൻഡിൽ ഗ്രൂപ്പിൽ ചേർന്ന് ഒരു വർഷം ഞാൻ ദൈവവേലയും ജോലിയോടൊപ്പം ദൈവവേലയും ചെയ്ത് പിന്നീട് മാത്രമേ ഞാൻ എൻ്റെ പ്രൊഫഷന് പോവുകയുള്ളൂ എന്ന് തീരുമാനമുള്ളവർക്കും ആ എഴുന്നേറ്റ് നിന്ന് പ്രതിഷ്ഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്തായിരുന്നു ഞാനൊരു നോൺ പ്രൊഫഷണൽ മിഷണറി ആയിക്കൊള്ളാമെന്ന്. ഇവിടെ ആ പേപ്പറുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് തൊട്ട് അത് വേണം. പ്രൈസ് ദി ലോർഡ്. പാടുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് സ്തോത്രം, ഹല്ലേലൂയ. അതെ കർത്താവേ, അത് എങ്ങനെ നമ്മൾ എഴുന്നേറ്റായിരിക്കും? ഞാൻ ക്യാമ്പസിൽ നിൻ്റെ സാക്ഷിയാകും. ഞാൻ എവിടെ പോയാലും, ലഡാക്കിൽ പോയാലും, ബോംബെ പോയാലും, അമേരിക്കയിൽ പോയാലും, എവിടെ പോയാലും ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. ഞാനൊരു മിഷണറി ആയിരിക്കും. ഒരു നോൺ പ്രൊഫഷണൽ ജോലി കാണും, പക്ഷേ സ്റ്റിൽ മൈ ഹാർട്ട് ഈസ് എ മിഷണറി ഹാർട്ട്. ദർശനത്തോടുകൂടി ആത്മഭാരത്തോടുകൂടി പ്രവർത്തനത്തിന് ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ ഒരു എഞ്ചിനീയർ ആയാലും എൻ്റെ ഹൃദയം ആത്മാക്കൾക്ക് വേണ്ടിയായിരിക്കും എന്ന് തീരുമാനമുള്ളവർക്ക് ഈ പാട്ട് പാടുമ്പോൾ സമർപ്പിക്കാവുന്നതാണ്. ഹല്ലേലൂയ. പോകാം ഞാൻ നിൻ സേവയ്ക്കായി, കർത്താവേ യേശുവേ, ഹല്ലേലൂയ. പോകാം ഞാൻ നിൻ സേവയ്ക്കായി, ഭയപ്പെടരുത്. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഭയപ്പെടരുത്. പട്ടണങ്ങളിൽ മലമുകളിൽ ഗ്രാമങ്ങളിൽ
ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ധൈര്യപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. നിന്നാത്മാവിന്റെ ശക്തി പകരൂ, എനിക്കാവശ്യം. നിന്നാത്മാവിന്റെ ശക്തി പകരൂ, നിൻ കൃപ എനിക്കാവശ്യം. പോകാം ഞാൻ നിൻ സേവയ്ക്കാൻ, എരിഞ്ഞമരാം ഭാരതമേ. ഇന്ത്യയിലെ ക്യാമ്പസുകള് 15,000 കോളേജുകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. കഞ്ചാവിന്റെ പുക ഉയരുന്നു, വ്യഭിചാരം ക്യാമ്പസുകൾ വർദ്ധിക്കുന്നു. അവിടെ യേശുവിന്റെ വിശുദ്ധിയുടെ ദൂതുമായി കടന്നു പോകുവാൻ മുഴുസമയ വേലക്കാരെ ആവശ്യമുണ്ട്. സ്പർജൻ എന്ന മഹാനായ വ്യക്തി തന്റെ മകൻ ഇങ്ങനെ എഴുതി: എൻ്റെ മകനെ, നിനക്ക് ഇന്ത്യയുടെ അല്ല ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ആകുവാൻ ഒരു പദവി ലഭിച്ചാലും നിന്നെ ദൈവം തമ്പുരാൻ വേലയ്ക്ക് വിളിക്കുന്നുവെങ്കിൽ പ്രധാനമന്ത്രി എന്ന പദത്തിലേക്ക് താന്നിറങ്ങാതെ ദൈവത്തിന്റെ ഈ വേല ചെയ്യുവാൻ, ഇംഗ്ലണ്ടിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ വേദപുസ്തകവുമായി കടന്നു പോകാൻ മകനെ നീ തയ്യാറാകണം. സ്പർജൻ ഒരു മലയാളിയല്ല, ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു മലയാളി പിതാവ് അങ്ങനെ എഴുതുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.